കർണാടകയിലെ മുഖ്യമന്ത്രി മാറ്റത്തിൽ പ്രതികരണവുമായി ഡി.കെ. ശിവകുമാർ. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ആശയക്കുഴപ്പമില്ല, തനിക്കൊരൊറ്റ ഗ്രൂപ്പേ ഉള്ളൂ, അത് കോൺഗ്രസ് ഗ്രൂപ്പാണെന്നും ശിവകുമാർ പ്രതികരിച്ചു. ആദിൽ പാലോട് വിവരങ്ങൾ നൽകും. അതിൽ ഇപ്പോൾ ഡി.കെ. ശിവകുമാർ ഒരു വിട്ടുവീഴ്ചയിലേക്ക് നീങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഈ പ്രതികരണത്തിൽ നിന്നും? ഏതായാലും വലിയ തർക്കമായിരുന്നു ഒരാഴ്ചയായി മുഖ്യമന്ത്രി മാറ്റവുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ ഉണ്ടായത് എന്ന് നമുക്കറിയാം. ഇക്കാര്യത്തിൽ മൌനം വെടിഞ്ഞൊരു പ്രതികരണത്തിലേക്ക് എത്തിയിരിക്കുന്നു ഡി.കെ. ശിവകുമാർ. വളരെ പ്രധാനപ്പെട്ട ചില ചർച്ചകൾ ഈ ഒരാഴ്ചക്കിടെ നടക്കുകയും ചെയ്തു. ചില ദിവസങ്ങളിൽ മല്ലികാർജ്ജുൻ ഖർഗെ കോൺഗ്രസ് അധ്യക്ഷൻ രണ്ട് നേതാക്കളുമായും സിദ്ധരാമയ്യയുമായും ഡി.കെ. ശിവകുമാറുമായും ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ഒരു ഐക്യത്തിന്റെ സന്ദേശം നൽകുകയാണ്. അതിനെ പക്ഷേ ഒരു വിട്ടുവീഴ്ചയുടെ സ്വരമായി വ്യാഖ്യാനിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പോൾ ഡി.കെ. ശിവകുമാർ പറയുന്നത് താൻ ഒരു പ്രശ്നത്തിന് ഇല്ല, തനിക്ക് വേറെ ഡിമാൻഡുകളില്ല, 141 MLA-മാരും ഒരുപോലെ ഒരുമിച്ചാണ് നീങ്ങുന്നത്, തനിക്കൊരൊറ്റ ഗ്രൂപ്പേ ഉള്ളൂ, അത് കോൺഗ്രസ് ഗ്രൂപ്പാണ്, ഒരു പ്രശ്നത്തിനും താൻ പോയിട്ടില്ല, പോവുകയുമില്ല, കോൺഗ്രസിന്റെ പതാക ഉയർത്തിപ്പിടിക്കുകയാണ് തന്റെ ജീവിത ദൌത്യം എന്നാണ് ഡി.കെ. ശിവകുമാർ പറഞ്ഞു വെക്കുന്നത്. താനൊരു പ്രശ്നത്തിനുമില്ല എന്ന് പറയുമ്പോൾ തന്നെ നവംബർ 29-ാം തീയതി വരുന്ന ശനിയാഴ്ച സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റിന് കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരിക്കുന്നു ശിവകുമാർ എന്ന വാർത്ത കൂടി പുറത്തുവരികയാണ്. ശനിയാഴ്ച ഡി.കെ. ശിവകുമാർ ദില്ലിയിലെത്തും എന്നുള്ള വിവരവും ഏതാണ്ട് സ്ഥിരീകരിക്കുന്നു. ചർച്ചകൾ തുടരുകയാണ്. പക്ഷേ കോൺഗ്രസിലാകെ പ്രശ്നമാണ് എന്ന ധ്വനി ഉണ്ടാക്കുകയും അത് മുതലെടുക്കുകയും ചെയ്യാൻ ബി.ജെ.പി. ശ്രമിക്കുന്നുണ്ട് എന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഡി.കെ. ശിവകുമാറിന്റെ ഈ ഐക്യ സന്ദേശം നൽകുന്ന പ്രതികരണം പുറത്തുവന്നിരിക്കുന്നത്. സ്മൃതി.